സോ നമസ്കാരം. നാളെ എങ്ങനെയാണെന്ന് നോക്കാം. നാളത്തെ എനർജി ചോദിച്ചപ്പോഴത്തേക്കും ഹാങ്ഡ് മാൻ ആണ്. നാളെ എങ്ങനെയുള്ള ദിവസമാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും 3 ഓഫ് വാൻഡ്സ് ആണ്. അതുപോലെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ചോദിച്ചപ്പോഴത്തേക്കും നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഹാങ്ഡ് മാൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഒരു ട്രാപ്പായ പോലൊരു ഫീലിംഗ്, ഒരു സെൽഫ് ലിമിറ്റിങ്, ലാക്ക് ഓഫ് ഡയറക്ഷൻ, ഇതൊക്കെയായിരിക്കും നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാനുള്ള സാധ്യത. സോ എന്താ വേണ്ടത് വെച്ചാൽ കെണിയിൽപ്പെട്ട പോലെയൊക്കെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെയാണ് നമുക്ക് തോന്നുക. ഓക്കെ, ബട്ട് യു ഹാവ് ദ പവർ ടു റിലീസ് യു സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഏത് വഴി തിരഞ്ഞെടുക്കുന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക് നാളെ. സോ ടൈം എടുക്കുക, റിലാക്സ് ചെയ്യുക, എന്നിട്ട് ശരിക്കും ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. പെട്ടെന്ന് എടുത്തിയാടിയിട്ടൊന്നും നാളെ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ റിലേഷൻഷിപ്പിലേക്ക് ഒരു അൺഹാപ്പി തോന്നും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പം പാർട്ട്നേഴ്സിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പം തോന്നിയേക്കാം. അതുകൊണ്ട് നാളെ പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ നാളെ എടുക്കരുത്. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. വേറെ ആംഗിൾ ചിന്തിക്കാനാണ് കാർഡ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ ജോബിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ചെറിയൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. നാളെ ഒരു ദിവസം മാത്രമാണ് പറയുന്നത്. നാളത്തെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെ എടുത്തിയാടിയിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 3 ഓഫ് വാൻഡ്സ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് കാർഡാണ്. പക്ഷേ എനർജി നിങ്ങൾക്ക് ഹാങ്ഡ് മാൻ്റെ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. 3 ഓഫ് വാൻഡ്സ് വന്ന പ്രകാരം നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ അത് നാളെ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഹാങ്ഡ് മാൻ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ എനർജി കുറച്ച് ബാക്കായിരിക്കും. അതുകൊണ്ട് നാളെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു മെസ്സേജോ അല്ലെങ്കിൽ വേറെന്തോ നല്ലൊരു കാര്യം നിങ്ങൾക്ക് വരാനുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ വളരെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക, തീരുമാനിക്കുക. എടുത്തു ചാടിയിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ദെൻ യു വിൽ ഗെറ്റ് എ ഗുഡ് റിസൾട്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം പ്ലീസ്. താങ്ക് യു.